ഇതിന് മുന്നത്തെ വീഡിയോകളിൽ അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതേ ബ്ലൗസ് തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് 38 ഇഞ്ചിൻ്റെ ചെസ്റ്റ് മെഷർമെൻ്റ് ഉള്ള ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 42 ഇഞ്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് വെച്ചിട്ട് ശരിക്കുള്ള ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഫാബ്രിക്കാണ്. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളവ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ ലൈനിങ് എല്ലാ അളവുകളും നോക്കിയിട്ടാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കി അതിന് മുകളിൽ ലൈനിങ് വെച്ചിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളൂ. ഇനി ബാക്കിയുള്ള മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ഈ ബോഡിയുടെ പീസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ എല്ലാത്തിനും തുണി തികയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ആവശ്യത്തിനുള്ള ഫാബ്രിക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കെല്ലാം പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ബാക്ക് പീസിന് വേണ്ടത്. അത് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അളവനുസരിച്ചിട്ട് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ലൈനിങ്ങിൽ നിന്ന് ഈ ഫാബ്രിക് തെന്നിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം കോട്ടൺ മെറ്റീരിയലാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ആവശ്യമെങ്കിൽ പിന്നിങ്ങനെ എല്ലാ സൈഡിലും കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഞാനിവിടെ സെൻറ്റർ പീസിൽ മാത്രം ഒരു പിന്ന് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് പിന്നെ കോട്ടൺ ഫാബ്രിക് ആയത് കാരണം അത്രയ്ക്കധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഫാബ്രിക്കാണ്. ഇവിടെ ഇപ്പം എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ ഈ മാർക്കിങ്ങിൻ്റെ ഒക്കെ കോർണർ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഓരോ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഒറിജിനൽ ഫാബ്രിക്കിൽ നമ്മൾ ആ ഒരു ചെറിയ സ്നിപ്പ് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഈസി ആയിരിക്കും. അതുപോലെ ഈ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ഈ ഡാട്ടുകൾക്കൊക്കെ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മറു സൈഡിൽ മാർക്ക് ചെയ്യുന്നതിന് സാധാരണ നമ്മൾ നോർമൽ ചോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ലൈനിങ്ങിൻ്റെ ഏത് ഭാഗത്താണോ മാർക്കിംഗ് ഉള്ളത് അത് മറുഭാഗത്തേക്ക് ചേർത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് അങ്ങടേക്ക് പതിയാറുണ്ട്. എനിക്ക് അതിൻ്റെ ആ ഒരു ഡസ്റ്റ് ഇച്ചിരി അലർജി ആയത് കാരണം ഞാൻ എപ്പോഴും ഈ ക്രയോൺ പെൻസിൽ പോലെയുള്ളതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്കിപ്പം കോർണറുകളിലെല്ലാം നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്നിപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈൻസിൻ്റെ മറു പോർഷനിൽ നമ്മളിങ്ങനെ ഒരു സൂചി കൊണ്ട് ഒരു കുത്തു കൊടുത്തിട്ട് ആ സൂചിയുടെ മാർക്ക് നോക്കിയിട്ട് മറുഭാഗത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡാട്ടിൻ്റെ എല്ലാത്തിൻ്റെയും ഈ സെൻറ്റർ പോയിന്റിൽ ഈ നീഡിൽ കൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ കുത്തു കൊടുത്തിട്ട് അതിൻ്റെ മറുഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ല നമ്മുടെ അടുത്ത് ട്രേസിങ് വീൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രേസിങ് വീൽ വെച്ച് വരച്ചു കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ട്രേസിങ് വീൽ ഉണ്ട്, പക്ഷേ അത് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നാറില്ല. അത് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ 4 ഡാട്ടിൻ്റെ സെൻറ്റർ പോർഷൻസിലും ഞാനിങ്ങനെ ഓരോ കുത്തു കൊടുത്തിട്ട് മറുഭാഗത്ത് മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് അനുസരിച്ചിട്ട് ഇവിടെയുള്ള ലൈൻസൊക്കെ ഞാനിങ്ങനെ ജോയിൻ്റ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ വലിയ ടക്കിൻ്റെ 2 പോർഷനിലായിട്ട് നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ചെറിയൊരു സ്നിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് ബാൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള 2 പീസ് കൂടി നമുക്ക് വേണം. അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ 3 പീസ് വെച്ചിട്ട് ടോട്ടൽ 6 പീസാണ് വേണ്ടത്. അതിൽ 2 എണ്ണം നമുക്ക് ഒറിജിനൽ ഫാബ്രിക്കും 4 എണ്ണം ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കുമാണ് വേണ്ടത്. ലൈനിങ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെൻറ്റർ ഭാഗം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തിലേക്ക് നമ്മളൊരു ചെറിയ സ്നിപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ 2 പീസ് എടുത്തിട്ട് നമുക്ക് മറു സൈഡിലേക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇത് ഇങ്ങനെ തന്നെ വെച്ച് ജോയിൻ്റ് ആക്കിയിട്ട് സെൻറ്റർ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പം നമുക്ക് ഒറ്റയടിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ ഫാബ്രിക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ 2 ലൈനിങ്ങും വെച്ച് ഞാൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് മറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡാട്ടിനുള്ള എല്ലാ ലൈൻസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ പിൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ മാർക്കിങ്ങിൻ്റെ മുകളിലൂടെ ഓരോ സ്ട്രൈറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ലൈനിങ്ങും ഈ ഒരു മെറ്റീരിയലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിട്ട് ഡിഫറൻസ് ഒന്നും വരത്തില്ല. അതിനുശേഷം നമുക്ക് ഈ ടക്കുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ സെൻറ്ററിലെ ടക്ക് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് 2 സൈഡിലേക്ക് 2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടക്ക് നമുക്ക് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാർക്കിംഗ് അനുസരിച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ താഴ്ഭാഗത്ത് കുറച്ചൊന്ന് എക്സ്ട്രാ വരും, അത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്ന്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ലൈനിങ് മൂവ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലെ എല്ലാ ഡാട്ടുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വലിയ ടക്കിൻ്റെ പോർഷനിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ദേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് താഴേക്ക് കാണുന്ന ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും ഒരേപോലെ തന്നെ ആയിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് അതായത് ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് 2 സൈഡും ഈക്വൽ ആകുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓപ്പൺ ആക്കി നോക്കുമ്പം ഈ ഒരു ലെവലിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഇനി ഇതിനോടൊപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാൻഡ് ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ബാൻഡിൻ്റെ ഫ്രണ്ട് പോർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്നിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൂക്കും ലൂപ്പും വരുന്ന ഭാഗത്തേക്ക് വരേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ ഒരു കട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ഈ സൈഡിന് മാച്ച് ആവുന്ന ബാൻഡ് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനോടൊപ്പം ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പോർഷനും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം നമ്മൾ ഇൻ്റർലോക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൽ നെക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ലൈറ്റായിട്ടുള്ള ഒരു ക്യാൻവാസും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നെക്കിൻ്റെ അതേ അളവിൽ നമുക്ക് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതേ അളവിൽ നമ്മൾ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാൻവാസിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനോടൊപ്പം 1/4 to 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യാനും കൂടി ചേർത്ത് വേണം കൊടുക്കേണ്ടത്. ഇവിടെ ഞാനൊരു 2 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത അതേ പീസ്, അതാണ് നമ്മുടെ നെക്കിൻ്റെ അളവ് വരുന്നത്. അതേ പീസ് എടുത്തിട്ട് ക്യാൻവാസ് ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നമ്മുടെ നെക്കിൻ്റെ അളവാണ്. ഇതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനോടൊപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് മാർജിൻ കൂടെ വിട്ടിട്ട് വേണം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഗ്ലൂ ഉള്ള പോർഷനാണ് നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ പോർഷനിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഇഞ്ചായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്ട്രാ വന്നതൊക്കെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഹെമ്മിങ്ങിനാണ്. അപ്പം ഇവിടുത്തെ ബാക്ക് നെക്ക് ഞാൻ ഹെമ്മിങ് അവോയ്ഡ് ചെയ്തിട്ട് ലൈനിങ്ങിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങും ബ്ലൗസിൻ്റെ മെറ്റീരിയലും ഒക്കെ നമ്മുടെ കട്ടിങ്ങൊക്കെ അനുസരിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രാക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. മൂവായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കോർണറിൻ്റെ ഭാഗത്തായിട്ട് 2 പിന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു മാർജിൻ വിട്ടിട്ടുണ്ട്. മാർജിൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ പോർഷൻ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോർണർ പോർഷനിൽ മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 3 സൈഡും നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മാർജിനും അതുപോലെ ക്യാൻവാസിൻ്റെ പോർഷനും കൂടി ചേർത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 വശത്തും നമ്മൾ ഈ സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കും ഈ ക്യാൻവാസ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ പീസും കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ബ്ലൗസിൻ്റെ ഫാബ്രിക് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടുപോകാണ്ട് ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ 3 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് സീംലെസ് ആയിട്ട് തന്നെ നെക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ താഴെ നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ബാൻഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് വെടുത്തിൽ ഒരു ബാൻഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബാൻഡ് ഞാൻ ഈ ഒരു ബാക്ക് പീസിനോടൊപ്പം ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാർജിനും ഈ ബാൻഡും കൂടി ചേർത്തിട്ട് ഒരു സപ്പോർട്ട് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇവിടെയും നെക്കിന് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാൻഡും ലൈനിങ്ങും തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ഒരു പോക്കറ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഉള്ളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നോർമൽ സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെയും ബ്ലൗസിൻ്റെ മെറ്റീരിയലിൻ്റെയും മറ്റു ഭാഗങ്ങളിൽ ഇതിൻ്റെ അടിയിൽ പെട്ട് പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലുണ്ട്. ഇനി ഫ്രണ്ടിലെ ഹൂക്കിനും മൈക്കും വേണ്ടിയിട്ടുള്ള അഡീഷണൽ ബാൻഡ് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ ഒരു ബാൻഡാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനെ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് പീസിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഹൂക്കിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹൂക്ക്, ലൂപ്പ് ഇതെല്ലാം തന്നെ നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ മാർജിനും കൂടി ചേർത്തിട്ട് നമ്മൾ സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാൻഡ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൂക്കിനുള്ള പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഐക്കുള്ള പോർഷനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഹുക്കിന് നമ്മൾ പുറത്തുനിന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളിലേക്കാണ് ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ ഐയുടെ ബാൻഡ് വെക്കുന്ന സമയത്ത് നമ്മൾ ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ട് പുറത്തേക്കാണ് ഫോൾഡ് ചെയ്യുന്നത്. ഹൂക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ എടുത്തിട്ട് സിംഗിൾ ഫോൾഡിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി വിഡ്ത്ത് കൂടുതൽ വേണം. ഇവിടെ ഞാൻ 2.5 ഇഞ്ചിൻ്റെ ഒരു ബാൻഡാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ബ്ലൗസിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് ലൂപ്പിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്നേ ചെയ്തതുപോലെ തന്നെ മാർജിനും ഈ ഒരു ബാൻഡും കൂടി ചേർത്തിട്ട് ഒരു സപ്പോർട്ട് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പുറമേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് റെഡിമെയ്ഡ് ലൂപ്പാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. റെഡിമെയ്ഡ് ചെയ്യാത്തവർക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് സ്റ്റിച്ച് അടിച്ചാൽ മതിയാവും. ഞാൻ ഇപ്പം ഇതിന് ഈ ഒരു ലൂപ്പിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു കോൺ പോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ലൂപ്പ് ചെയ്യുന്നവർ അതനുസരിച്ചിട്ടുള്ള മാർക്കിംഗ് ഇട്ടിട്ട് വേണം ലൂപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 6 ഹുക്കാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ലൂപ്പ് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് ഹൂക്ക് പട്ടി അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ട് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൂക്ക്, ലൂപ്പ് ഇതൊന്നും നമുക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതിൽ സ്റ്റീൽ കളറിലുള്ള ആ ഒരു മെറ്റൽ ഹൂക്കും ലൂപ്പുമാണ് വരാറുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്കും കൂടി റെഡിയാക്കി എടുക്കണം. ഇപ്പം ഫ്രണ്ടിലെ നെക്കിൻ്റെ അളവിനോടൊപ്പം പ്ലസ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള മാർജിനും കൂടി കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ മറുഭാഗത്തും നെക്ക് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ കോർണറിൽ നമ്മളൊരു കട്ട് കൊടുക്കേണ്ടി വരും. റൗണ്ട് നെക്കൊക്കെ ആണെങ്കിൽ ആ കർവ് വരുന്ന ആ ഒരു സൈഡ് കണക്കാക്കിയിട്ട് കർവ് വരുന്ന ഭാഗത്തൊക്കെ ഒരു 2-3 കട്ടായിട്ടാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരിക.
ഇനി എക്സ്ട്രാ മാർജിനൊക്കെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് മാർജിനും നമ്മളിപ്പം ഈ അറ്റാച്ച് ചെയ്ത ഈ പീസും കൂടി ചേർത്തിട്ട് സപ്പോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ നെക്കിലും കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നെക്കിന് വേണ്ടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ഈ പീസിൻ്റെ മാർജിനൊക്കെ ഇങ്ങനെ അകത്തേക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഹെമ്മിങ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ ഹെമ്മിങ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ബാക്ക് നെക്കിൽ നമ്മൾ ലൈനിങ്ങിനോടൊപ്പം അറ്റാച്ച് ചെയ്തതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ടക്കൊക്കെ ഉള്ളത് കാരണം ഉള്ളിലൊക്കെ നമ്മൾ ജോയിൻ്റ് ആക്കി വെച്ചിരിക്കുവാണ്. ഇനി ഫ്രണ്ടിലെയും ബാക്കിലെയും ഷോൾഡറുകൾ ജോയിൻ്റ് ആക്കിയതിന് ശേഷമാണ് ഹെമ്മിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 ഷോൾഡറുകളും ഈക്വലാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻ്റർലോക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. 2 ഷോൾഡറും ജോയിൻ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ മാർജിൻ പോർഷനൊക്കെ ഇപ്പം നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ പോകുന്ന പോർഷൻ, അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു മാർജിൻ്റെ പോർഷൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹെമ്മിങ്ങും ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് മാർജിനൊന്നും പുറത്തേക്ക് കാണത്തില്ല. അതെല്ലാം നമ്മൾ ഈ ഹെമ്മിങ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ ഒന്ന് ഈക്വലാക്കി വെച്ചിട്ട് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഷോൾഡറിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു തുള്ളി ഇങ്ങനെ പുറത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് വളരെ ചെറുതായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാം. അപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാൻ എളുപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൈഡിൽ നിന്നും ജോയിൻ്റ് ആക്കിയിട്ടില്ല. അപ്പം ബ്ലൗസിനെ കറക്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബാക്ക് നെക്കൊക്കെ ഈക്വൽ ആക്കി വെക്കുക. ഫ്രണ്ട് നെക്ക് ഈക്വലാക്കി വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ടിൽ നമ്മുടെ ലൂപ്പിൻ്റെ പോർഷൻ എക്സ്ട്രാ ഉണ്ടാവും. ആ ഒരു പോർഷൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് വേണം നമ്മൾ ഈക്വലാക്കി വെക്കേണ്ടത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കറക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കും 2 സൈഡിലും ഒരേപോലെ വരുന്നുണ്ടാവും. ഇപ്പോൾ എനിക്ക് ഈ ഷോൾഡറിൽ വന്ന വേരിയേഷൻ ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് വെട്ടുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഡിഫറെൻ്റ് ആയിപ്പോവും. ഇപ്പം ഇങ്ങനെ ഒന്നിച്ച് വെച്ചതിന് ശേഷം കൊടുക്കുമ്പോഴത്തേക്കും അത് 2 സൈഡിലും എന്ത് വേരിയേഷൻ ഉണ്ടെങ്കിലും ഒരേപോലെ എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ട്രിം ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ആം ഹോൾ ഡെപ്ത് ഒക്കെ കൊടുക്കുന്നെങ്കിലും ഇതുപോലെ 2 കൈയും ഒന്നിച്ച് വെച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ സ്ലീവിൻ്റെ ലൈനിങ്ങും ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ എക്സ്ട്രാ ഡെപ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. ലൈനിങ്ങിന് ഓൾറെഡി നമ്മളെല്ലാ കറക്റ്റ് മെഷർമെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻ വെട്ടിക്കളഞ്ഞാൽ അത് കറക്റ്റായി വന്നോളും. ഇനി നമുക്ക് ഈ സ്ലീവ്സ് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്ലീവ്സും ഇങ്ങനെ ഓപ്പോസിറ്റ് വെക്കുമ്പോൾ 2ൻ്റെയും എക്സ്ട്രാ ഡെപ്ത് നമുക്ക് വിസിബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കറക്റ്റായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ഇപ്പോൾ അകവും പുറമൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത മെറ്റീരിയൽ ആണെങ്കിൽ ചില സമയത്ത് നമ്മൾ ലൈനിങ് വെക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു പോയിട്ട് നമുക്ക് ഫ്രണ്ടിൽ വേണ്ട ഡെപ്ത് ഒരു കയ്യിൽ ബാക്കിൽ പോകും, അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അപ്പം ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ സെൻറ്റർ പോർഷൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സെൻറ്ററിലായിട്ട് ഒരു എക്സ്ട്രാ സ്നിപ്പ് കൊടുക്കാം. സ്ലീവും ആം ഹോളും ഒക്കെ നമ്മൾ ഓൾറെഡി ക്രോസ് ചെക്ക് ചെയ്തത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ ബ്രാ പട്ടി അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 സ്ട്രാപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രായുടെ സ്ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ 2 സൈഡിലും പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി സൈഡുകളും കൂടി ഒന്ന് ജോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ആവും. അപ്പം സൈഡ് ജോയിൻ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഫ്രണ്ടിലെ കപ്പ് പോർഷനൊക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഹുക്കൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ടാവില്ല. നമ്മുടെ സ്ലീവ്സിൻ്റെ കർവ്സും മറ്റുമൊക്കെ നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഫുള്ളായിട്ട് നല്ലതായിട്ട് അയൺ ചെയ്തതിന് ശേഷം ജോയിൻ്റ് ആക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി തന്നെ മാർക്കിംഗ് ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ലൈൻ കണക്കാക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ജോയിൻ്റ് ഇടുന്നതിന് മുന്നേ തന്നെ ഈ ആം ഹോളിൻ്റെ സ്റ്റിച്ചൊക്കെ ഞാനൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റിച്ചൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. ഇവിടെ ബ്ലൗസിൻ്റെ സൈഡൊക്കെ ഞാൻ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഹൂക്കും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ പട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലും 2 പ്രസ് ബട്ടനൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും തന്നെ ഉള്ളൂ ഒരു ബ്ലൗസിൻ്റെ വർക്ക് എന്ന് പറയുന്നത്.
ഈ ബ്ലൗസിൻ്റെ അളവെടുക്കുന്നത് മുതൽ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നവരെ നമ്മൾ 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേതിൽ മെഷർമെൻറ്റിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയെന്നും, രണ്ടാമത്തേതിൽ കട്ടിങ് പ്രോസസ്സും, പിന്നെ മൂന്നാമത്തേതിൽ സ്റ്റിച്ചിങ്ങുമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ അത്യാവശ്യം ബിഗിനേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.